ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ഈ മുട്ടപ്പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു മഞ്ഞ കളറിലുള്ള ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് സുലഭമായിട്ട് ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇത് വെറുതെ കഴിക്കാനൊന്നും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടല്ല കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ അറിയുകയാണെങ്കിൽ ഇനി നിങ്ങൾ ഈ ഒരു ഫ്രൂട്ട് ഒഴിവാക്കാനേ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയ ഈ ഒരു ഫ്രൂട്ടിനെ നമ്മുടെ പ്രായത്തെ ചെറുത്ത് നിൽക്കാനും അതുപോലെ യുവത്വം സംരക്ഷിക്കാനും സഹായിക്കുന്നു കേട്ടോ. കൂടാതെ തന്നെ വിളർച്ച, അസിഡിറ്റി, അതേപോലെ ക്യാൻസർ എന്നീ രോഗങ്ങൾക്കൊക്കെ പ്രതിരോധ ശക്തി നൽകാനും ഈ ഒരു പഴം സഹായിക്കും കേട്ടോ. പിന്നെ ഈ ഒരു മഞ്ഞ കളറിലുള്ള മുട്ടപ്പഴത്തിൽ ധാരാളം ബീറ്റാ കരോട്ടിൻ അടങ്ങിയതിനാൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും തലമുടിയുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ. അതേപോലെ ഇരുമ്പിൻ്റെ അംശം ഒരുപാട് അടങ്ങിയതിനാൽ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അതേപോലെ ശരീരത്തിലെ ഊർജം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ. അതുപോലെ ഈ ഒരു പഴത്തിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ കുറയ്ക്കാനും അമിതമായിട്ടുള്ള കൊഴുപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നീക്കം ചെയ്യാനും സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു പഴം നിങ്ങൾക്ക് ചുമ്മാ കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് അതേപോലെ കട്ടപ്പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഷേക്കാക്കി അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം അടിച്ചെടുത്ത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ തന്നെ ശരീരത്തിന് ഒരുപാട് ഉന്മേഷം തരുന്ന ഒരു അടിപൊളി ജ്യൂസാണിത്. നല്ല കട്ട പാൽ അടിച്ചെടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.